ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളിലും അവിടുന്ന് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു. പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും, ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, അയ്യാമുൽ ബീദിൻ്റെ 3 ദിവസങ്ങൾ, ഇങ്ങനെ എല്ലാ മാസങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെക്കുറിച്ച് പറഞ്ഞത് 70 വർഷം വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റുമെന്നായി. എന്നാൽ റമളാനിലെ നോമ്പിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, റമളാൻ മുഴുവൻ നോൽക്കുകയും അനുഷ്ഠിക്കുകയും അതിനുശേഷം ഷവ്വാലിലെ 6 ദിവസങ്ങൾ തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ, ആ ഹദീസ് ഇങ്ങനെയാണ്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ സോമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ഷവ്വാൽ. മൻ സോമ റമളാൻ, ആരെങ്കിലും റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ഷവ്വാൽ, പിന്നെ അതിന് ഷവ്വാലിലെ 6 ദിവസങ്ങൾ തുടർച്ചയായിട്ട് അതിനെ തുടർച്ചയായി അല്ലെങ്കിൽ അതിനെ തുടർന്ന് നോൽക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ, കാനക സിയാമി ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണെന്ന്. പരിശുദ്ധ ഖുർആനിൽ നന്മകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. നന്മകൾ ചെയ്താൽ ആ നന്മകൾക്കുള്ള പ്രതിഫലമായി സൂറത്തുൽ അൻആമിൻ്റെ 160-ാം വചനത്തിൽ നമുക്ക് കാണാം, മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹ. അപ്പോൾ ഒരു മാസത്തെ നോമ്പിന് പകരം അള്ളാഹ് നൽകുന്നത് 10 മാസം നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം. അതേപോലെ ഈ ഒരു 6 നോമ്പും കൂടെ അനുഷ്ഠിച്ചാൽ അതിനും 10 പ്രതിഫലം നൽകിയാൽ 360 ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം എന്നാണ്. അപ്പോൾ ഒരു മാസത്തെ റമളാൻ മാസത്തിലെ നോമ്പും അതിനോടനുബന്ധിച്ച് 6 സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച പുണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സുന്ദരമായൊരു അവസരം നമുക്ക് കിട്ടിയതാണ്. ഈ റമളാൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുശേഷമുള്ള തൊട്ടടുത്ത പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത 6 ദിവസം തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അഥവാ ആർക്കെങ്കിലും ഒരു 2-3 നോമ്പുകൾ അല്ലെങ്കിൽ 4-5 നോമ്പുകൾ അനുഷ്ഠിക്കാൻ വിട്ടുപോയതുണ്ടെങ്കിൽ, റമളാനിൽ വിട്ടുപോയ നോമ്പുകളുണ്ടെങ്കിൽ, അതും കൂടെ അനുഷ്ഠിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ നിലക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇതിനെ അനുഷ്ഠിക്കുകയും ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്ത പുണ്യം ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.